ദേവപഞ്ചമി ഭാഗം 76. രാത്രി എന്റെ അടുത്താണ് ഇന്നലെ കിടന്നുറങ്ങിയത്. എനിക്കറിയില്ലായിരുന്നു മോനെ, ഇത് അത്രയും വലിയ പ്രശ്നമാണെന്ന്. ആകാശ് പറഞ്ഞുകൊണ്ട് ആര്യനെ നോക്കിയതും അവർ രണ്ടുപേരും ആകാശിന്റെ നെഞ്ചിലേക്ക് നോക്കി. അവിടെ മാന്തിയ പാടും കുഞ്ഞി പല്ലുകൾ കൊണ്ട് കടിച്ച പാട് കണ്ടതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് വേഗം അവിടെ നിന്നും മോള് കിടക്കുന്ന റൂമിലേക്ക് പോയി. ശരിക്കും വേദനിച്ചോടാ? ആര്യൻ ചോദിച്ചുകൊണ്ട് ആകാശിന്റെ അടുത്തേക്ക് ചെന്നതും പൊക്കോണം എന്റെ അടുത്ത് നിന്ന്. നിനക്ക് ഒരു സഹായം ചെയ്യാൻ നോക്കിയതാ, പക്ഷെ പട്ടി കടിച്ചു കയറി വെച്ചിരിക്കുന്നത് പോലെയാ കടിച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ മോള് നോക്കടാ നോക്ക് എന്ന് പറഞ്ഞ് ഇട്ടിരുന്ന ടീഷർട്ട് പൊക്കി കാണിച്ചു. പോട്ടെ, സാരമില്ല, കുഞ്ഞല്ലേ, ആര്യൻ പറഞ്ഞു. ഇത് നിനക്കറിയണമെങ്കിൽ നീ ഇന്ന് കുഞ്ഞിന്റെ അടുത്ത് ഒറ്റയ്ക്ക് കിടക്കണം. ടീഷർട്ട് ഇടരുത്, പിന്നെ പഞ്ചമിയും കൂടെ പാടില്ല. അപ്പൊ നീ അറിയും അതിന്റെ ഒരു വേദന. ആകാശ് പറഞ്ഞതും ആര്യൻ പൊട്ടിച്ചിരിച്ചു പോയി. അപ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് പഞ്ചമി വന്നു. കുഞ്ഞ് പഞ്ചമിയെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ആര്യൻ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിന്റെ തലയിൽ തലോടിയതും കുഞ്ഞ് ആര്യനെ നോക്കാതെ പഞ്ചമിയുടെ തോളിൽ തന്നെ മുഖം ചേർത്ത് വെച്ച് കിടന്നു. പിണങ്ങിയോ അച്ഛന്റെ മോള്? ആര്യൻ ചോദിച്ചതും അപ്പോഴും മുഖം വീർപ്പിച്ച് പഞ്ചമിയുടെ തോളിൽ കിടന്നതേയുള്ളൂ. എന്നാ പിന്നെ നമുക്ക് മോളെ ഇവിടെ തന്നെ ആക്കിയിട്ട് പോകാം, അല്ലേ ദേവാ? എന്തായാലും എന്നോട് പിണക്കല്ലേ? ആര്യൻ പറഞ്ഞതും ഇവിടെ ആകാശ് മാമന്റെ അടുത്ത് നിന്നോ. അയ്യോ വേണ്ടായേ, ഇനി അങ്ങനൊരു സാഹസത്തിന് ഞാൻ മുതിരില്ല. ആര്യൻ പറഞ്ഞത് കേട്ടതും ഉടൻ തന്നെ ആകാശ് കൈകൂപ്പി പറഞ്ഞതും ആര്യനും പഞ്ചമിയും അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന ആകാശിന്റെ അമ്മയും പൊട്ടിച്ചിരിച്ചു പോയി. നീ വലിയ കാര്യം പറയണ്ട, ആ കുഞ്ഞിനോട് തല്ലു പിടിക്കാൻ പോയത് നീയല്ലേ? ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിനെ കരയിപ്പിക്കല്ലേ, കുഞ്ഞിനെ വാശി പിടിപ്പിക്കല്ലേ എന്ന്. ഇന്നലെ വൈകുന്നേരം വന്നത് മുതൽ കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് അവൻ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പഞ്ചമി മോളെ പോലെ അല്ല, ആര്യനെ പോലെ തന്നെയാണ്, നല്ല വാശിയാണ്. അത്രയും അവൻ ദേഷ്യം പിടിപ്പിച്ചിട്ടും കരഞ്ഞില്ല, വാശി പിടിച്ച് തല്ലുകൂടി അവനോട് നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്ത് നിന്നു. ആകാശിന്റെ അമ്മ പറഞ്ഞതും അല്ലെങ്കിലും എന്റെ മോൾ അങ്ങനെയാണ്, ആരുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല. നിനക്ക് അങ്ങനെ തന്നെ വേണം, പെൺകുട്ടികളായാല് ഇങ്ങനെ തന്നെ വേണം, ആര്യൻ പറഞ്ഞു. അത് ശരിയാ, എന്റെ പെങ്ങള് നിന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ അല്ലേ? ആകാശ് ചോദിച്ചതും പഞ്ചമി ആര്യനെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു. അല്ല ആകാശേട്ടാ, വൈകുന്നേരം നിങ്ങൾ നേരത്തെ വരില്ലേ? പെട്ടെന്ന് തന്നെ പഞ്ചമി ചോദിച്ചു. പിന്നെ ഞങ്ങൾ വരും, ഇന്ന് മാമന്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, ഉറപ്പായിട്ടും മാമൻ വരും. അല്ല കൊച്ചിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ, എന്ത് സ്പെഷ്യലാണ് കൊച്ചിന് വാങ്ങിക്കൊണ്ടുവരേണ്ടത്? ആകാശ് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു. പഞ്ചമിയുടെ തോളിൽ കണ്ണടച്ചു കിടന്ന കുഞ്ഞിന്റെ അടുത്ത് വന്ന് അവൻ ചോദിച്ചതും പെട്ടെന്ന് തന്നെ നാഗമോള് കണ്ണു തുറന്നു. വേഗം ആകാശ് കൈ നീട്ടിയതും ആകാശിന്റെ അടുത്തേക്ക് കൈ നീട്ടി. അവൻ മോളെ വാരിയെടുത്തു. എത്ര വഴക്കിട്ടാലും ഇത് തന്നെയായിരുന്നു. അവൻ വന്ന് വിളിച്ചാല് അവന്റെ അടുത്തേക്ക് ചാടിപ്പോകും. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വന്ന് എടുത്തോണ്ട് പോകും. ഇവൻ എന്തെങ്കിലും പഞ്ചാര വർത്തമാനം പറഞ്ഞ് അങ്ങോട്ടേക്ക് ചാടും, ആകാശിന്റെ അമ്മ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയാ, സ്നേഹം ഉള്ളിടത്തെ വഴക്കുണ്ടാവും, അല്ലേടാ കുഞ്ഞാ? അച്ഛനോടും അമ്മയോടും പോയിക്കൊള്ളാൻ പറ. അവൾ പഞ്ചമിയെയും ആര്യനെയും നോക്കി. പക്ഷെ പെട്ടെന്ന് തന്നെ പഞ്ചമിയുടെ അടുത്തേക്ക് കൈനീട്ടി അങ്ങോട്ട് ചാടി. അവിടേക്ക് എപ്പോഴും ഒരു ചായവുള്ളതാണ്. നിങ്ങള് അങ്ങോട്ട് രാവിലെ തന്നെ പോകുന്നുണ്ടോ? ആകാശ് ചോദിച്ചു. ഇല്ല, ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ എത്തും. എന്റെ ഭാര്യയും ഞാനൊന്നും രാവിലെ തന്നെ അങ്ങോട്ട് ചെല്ലണ്ട, അതിന് ആളുകളുണ്ട് അവിടെ, ഒന്നിനും ഞങ്ങളുടെ ആവശ്യമില്ല, ആര്യൻ പറഞ്ഞു. വാ, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞ് ആകാശിന്റെ അമ്മ അവരെ വിളിച്ചുകൊണ്ടുപോയി. പഞ്ചമി മോളുടെ വായും എല്ലാം കഴുകി പാല് കൊടുത്തു. പിന്നെ ഡൈനിങ് റൂമിൽ വന്നിരുന്നു. അപ്പോഴേക്കും ആകാശിന്റെ അമ്മ അവർക്കുള്ള ഭക്ഷണം എടുത്തിരുന്നു. പഞ്ചമി അവളുടെ പാത്രത്തിൽ നിന്നും കുറേശ്ശെ എടുത്ത് കുഞ്ഞിന് കൊടുത്തു. ഭക്ഷണം കഴിപ്പിച്ചു കഴിഞ്ഞ് നമുക്ക് ഇറങ്ങിയാലോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കൂടി വർത്തമാനം പറഞ്ഞിരുന്നതിന് ശേഷം ആര്യൻ ചോദിച്ചു. ഇറങ്ങാം, പഞ്ചമി പറഞ്ഞു. എപ്പോഴാ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് നിങ്ങൾ പോകുന്നത്? ആകാശ് ചോദിച്ചു. ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ എത്തും, ആര്യൻ പറഞ്ഞു. നിങ്ങൾ എത്തിയിട്ട് വിളിക്കണം, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തൂ, ആകാശ് പറഞ്ഞു. ഞാൻ എന്തായാലും അമ്പാട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വിളിക്കാം, ആര്യൻ പറഞ്ഞു. നീ പോവാണോ വാവേ എന്ന് ചോദിച്ചുകൊണ്ട് ആകാശ് കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്ത് വന്ന് കുഞ്ഞിനെ എടുത്ത് കവിളിൽ ചുംബിച്ചു. ഇനി എന്നാ വരിക മാമന്റെ കുഞ്ഞ്? ആകാശ് ചോദിച്ചതും കുഞ്ഞ് അവന്റെ കവിളിൽ ചുംബിച്ചു.
ഇനി വരുമ്പോ അമ്മയെയും കൂട്ടി വരണോട്ടോ. 2-3 ദിവസം നമുക്കിവിടെ നിൽക്കാം. ആകാശ് പറഞ്ഞുകൊണ്ട് മോളുടെ കവിളിൽ ചുംബിച്ചു. ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. വീട്ടിലെത്തിയതും പഞ്ചമി വേഗം കുഞ്ഞിനെ കുളിപ്പിക്കാനായി പോയി. കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കി വന്നപ്പോഴേക്കും ആര്യൻ റൂമിലേക്ക് വന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കാനായിട്ട് കയറണ്ട. പിന്നെ ഭക്ഷണം നേരത്തെ കഴിക്കണം. നിന്നെ റെഡിയാക്കാൻ ആളെത്തും. അതിനു മുമ്പ് ഭക്ഷണമെല്ലാം കഴിഞ്ഞിരിക്കണം. പിന്നെ കുഞ്ഞിനെയും ഉറക്കിക്കോ. അപ്പോഴേക്കും നിന്നെ അവർ റെഡിയാക്കും. എന്നാലും ഇത്ര പെട്ടെന്ന് റെഡിയാവണോ? അവൾ ചോദിച്ചു. 5 മണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. അപ്പോൾ ഒരു 3 മണിയാകുമ്പോഴെങ്കിലും തുടങ്ങണ്ടേ? ആര്യൻ ചോദിച്ചു. എന്നാ ഞാൻ മോളുടെ അടുത്ത് കുറച്ചു നേരം കിടക്കട്ടെ, അവൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോയി. ആര്യൻ പറഞ്ഞതനുസരിച്ച് ഭക്ഷണം എത്തിയിരുന്നു. അപ്പോഴേക്കും കുഞ്ഞ് ഉറങ്ങിയിരുന്നു. കുഞ്ഞിനുള്ള ഫുഡ് അവൾ പ്രത്യേകം എടുത്തു മാറ്റി വെച്ചു. ആര്യനും പഞ്ചമിയും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പഞ്ചമിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇത് ആരാണാവോ? അവൾ അവിടെ നിന്നും ഫോൺ എടുക്കാൻ എഴുന്നേൽക്കാൻ പോയതും എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി, ആര്യൻ പറഞ്ഞു. ഫോൺ റിങ് ചെയ്ത് കട്ടായിട്ടും വീണ്ടും റിങ് ചെയ്തു. നിന്റെ ആ കൂട്ടുകാരിയും പിന്നെ എന്റെ സഹോദരിമാരും ആകാനാണ് സാധ്യത. അതുകൊണ്ട് പിന്നെ എടുത്താ മതി, ആര്യൻ പറഞ്ഞു. എന്തെങ്കിലും അത്യാവശ്യമാവോ ചേട്ടാ? അവൾ പറഞ്ഞു. ആര്യൻ ഫോൺ കയ്യെത്തിച്ച് എടുത്തു. കോൾ അറ്റൻഡ് ചെയ്തു. എന്താ? ആര്യൻ ചോദിച്ചതും അത് പിന്നെ വല്യേട്ട ഏട്ടത്തി എവിടെ? അവർ ചോദിച്ചു. ഇവിടെയുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുന്നു, ആര്യൻ പറഞ്ഞു. ഒന്ന് ഫോൺ കൊടുക്കാവോ? ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എന്ത് കാര്യം? അത് പിന്നെ ഏട്ടത്തിയോട് പറയാനാണ്. എന്താ എന്നോട് പറഞ്ഞാല്? അത് പിന്നെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഏട്ടത്തിയോട് പറയാനുള്ളതായിരുന്നേ. ശരി എന്ന് പറഞ്ഞ് ആര്യൻ ഫോൺ സ്പീക്കറിൽ ഇട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് കൊടുത്തു. ഓ എന്റെ പൊന്നി ഏട്ടത്തി, എങ്ങനെ സഹിക്കുന്നു എന്റെ ഏട്ടത്തി ആ കടുവയെ? നക്ഷത്ര ചോദിച്ചു. അത് കേട്ട് പഞ്ചമിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാലും ആര്യന്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണു കൂർപ്പിച്ചുകൊണ്ട് ഒരു പുരികം പൊക്കി അവളെ നോക്കി. ഏട്ടത്തി ഞങ്ങൾ വിളിച്ചതേ. ഏട്ടത്തി എങ്ങനെയാ റെഡിയായിട്ട് അവിടെ നിന്നും വരികയല്ലേ? ഏട്ടത്തിയെ റെഡിയാക്കാൻ ഏട്ടൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും അല്ലേ ഏട്ടത്തി? വേദികയാണ് ചോദിച്ചത്. അതെ, ഞങ്ങൾ റെഡിയായി ഇവിടെ നിന്നും വരും. നിങ്ങളോ? ഞങ്ങളെ റെഡിയാക്കാനായിട്ട് ആള് വന്നിട്ടുണ്ട്. ഇത്ര നേരത്തെയോ? പഞ്ചമി ചോദിച്ചു. പിന്നെ ഞങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ എല്ലാവരെയും റെഡിയാക്കി കഴിയുമ്പോഴേക്കും നേരം വെളുക്കും, നക്ഷത്ര പറഞ്ഞു. അത് ശരിയാണല്ലോ. ഞങ്ങൾ റെഡിയായി കഴിയുമ്പോഴേക്കും ഞാൻ ഫോട്ടോ അയച്ചു തരാവേ. എങ്ങനെയുണ്ടെന്ന് പറയണേ, വേദിയാണ് പറഞ്ഞത്. ശരി, ഞാൻ പറയാം. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? പഞ്ചമി ചോദിച്ചു. കഴിച്ചു. എന്നാ റെഡിയായിട്ട് വിളിക്കാം. പിന്നെ ഏട്ടത്തിയുടെ കഴിഞ്ഞ പിക്ക് അയക്കണേ, നക്ഷത്ര പറഞ്ഞു. അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചമി ഫോൺ കട്ട് ചെയ്തു. പിന്നെ നോക്കിയിരിക്കത്തേയുള്ളൂ, ഒരു പിക്കും അയച്ചു കൊടുക്കില്ല. അവിടെ ചെല്ലുമ്പോൾ മാത്രം കണ്ടാ മതി എന്റെ ഭാര്യയെയും എന്റെ കുഞ്ഞിനെയും, പിന്നെ ഈ എന്നെയും. അല്ലാതെ ആരും കാണണ്ട, ആര്യൻ പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിൽ പിടിച്ചു. രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഫോണുമായി ആര്യൻ ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോഴാണ് ഒരു കാറ് മുറ്റത്ത് വന്ന് നിന്നത്. വന്ന 3 പേര് അകത്തേക്ക് കയറി. സർ, അവർ വളരെ ബഹുമാനത്തോടെ ആര്യനെ വിളിച്ചു. യെസ്, താഴത്തെ റൂം റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്യാം. എല്ലാം റെഡിയായി കഴിയുമ്പോൾ ആള് വരും, ആര്യൻ പറഞ്ഞു. അവർ ബഹുമാനത്തോടെ സമ്മതിച്ചു. ആര്യൻ കാണിച്ചു കൊടുത്ത റൂമിലേക്ക് പോയി. അപ്പോഴേക്കും കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് പഞ്ചമി അങ്ങോട്ട് വന്നു. അവരെത്തിയോ? പഞ്ചമി ചോദിച്ചു. എത്തി. ആ റൂമിലേക്ക് പോയിട്ടുണ്ട്. നിന്റെ ജോലി കഴിഞ്ഞോ? ആര്യൻ ചോദിച്ചു. കഴിഞ്ഞു അച്ചോട്ടാ. ഇനിയിപ്പോ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഇല്ലല്ലോ, അതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ ആകെ വൃത്തികേടായി പോകും, അവൾ പറഞ്ഞു. അതിനല്ലേ എന്റെ ദേവ ഇവിടെ ആളുള്ളത്, ആര്യൻ പറഞ്ഞു. എങ്ങനെയാ മറ്റുള്ളവരെ കൊണ്ട് അത് ക്ലീൻ ചെയ്യിക്കുന്നത്? നമ്മൾ ഉപയോഗിച്ചതല്ലേ, അവൾ പറഞ്ഞു. ശരി ശരി, എല്ലാം നിനക്ക് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാ പോരെ, ആര്യൻ പറഞ്ഞു. വന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ തോളിലൂടെ കൈയിട്ട് ആര്യൻ അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി. മുകളിൽ ചെന്നതും അച്ചൂട്ടൻ എപ്പോഴാ റെഡിയാവുന്നത്, അവൾ ചോദിച്ചു. ഞാൻ റെഡിയായിക്കൊള്ളാം, ആദ്യം അങ്ങോട്ടേക്ക് ചെല്ല്. മോൾ എണീക്കുമ്പോ ഞാൻ അങ്ങോട്ട് വരാം, ആര്യൻ പറഞ്ഞുകൊണ്ട് മോളുടെ അടുത്തായിട്ട് കിടന്നു. പഞ്ചമി വാഷ്റൂമിലേക്ക് ചെന്ന് ഫ്രഷായി അവൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ആര്യൻ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അവരെ നിന്ന് നോക്കിക്കൊണ്ട് വേഗം താഴത്തെ റൂമിലേക്ക് ചെന്നു.
അവിടെ ചെന്ന് അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെല്ലാം ചെയ്യണമെന്ന്. അവൾ പറഞ്ഞു. അതിന് അവളൊന്ന് പുഞ്ചിരിച്ചു. സാറ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ തുടങ്ങിയാലോ മാഡം? അവർ ചോദിച്ചു. അവൾ പുഞ്ചിരിയോടെ അവർ പറഞ്ഞതുപോലെ തന്നെ ഇരുന്നു. മോൾ എഴുന്നേറ്റതും ആര്യൻ മോളെ ഒന്ന് ഫ്രഷാക്കി കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് ചെന്നു. കുഞ്ഞ് ചുറ്റും നോക്കുന്നുണ്ട്. അത് ദേവിയെ ആണ് എന്ന് അറിയാവുന്നത് കൊണ്ട് ആര്യൻ അവർ റെഡിയാവുന്ന റൂമിന്റെ വാതിക്കൽ ചെന്ന് പതിയൊന്ന് മുട്ടി. ഒരു സ്റ്റാഫ് വന്ന് ഡോറ് തുറന്നു. കഴിഞ്ഞോ? ആര്യൻ ചോദിച്ചു. യെസ് സർ. അകത്തേക്ക് വരാമോ? ആര്യൻ ചോദിച്ചു. വരാം സർ. അവർ വളരെ ബഹുമാനത്തോടു കൂടി പറഞ്ഞതും കുഞ്ഞിനെയും കൊണ്ട് ആര്യൻ അകത്തേക്ക് കയറി. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന ദേവയെ കണ്ടതും ആര്യന്റെ മാത്രമല്ല കയ്യിലിരുന്ന കുഞ്ഞിന്റെയും കണ്ണുകളിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ദേവ മിററിലൂടെ തന്നെ ആര്യനെയും കുഞ്ഞിനെയും നോക്കി. അപ്പോഴേക്കും ആര്യൻ നടന്ന് ദേവയുടെ അടുത്തെത്തിയിരുന്നു. എങ്ങനെയുണ്ട് എന്ന് അവൾ പുരികം പൊക്കി ചോദിച്ചതും ആര്യൻ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. പിന്നെ അവരെ നോക്കിയതും ആ നോട്ടം മനസ്സിലായതുപോലെ അവർ പുറത്തേക്കിറങ്ങി. സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്റെ പെണ്ണിനെ, ആര്യൻ പറഞ്ഞതും അവൾ അതിന് ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു. കുഞ്ഞ് പഞ്ചമിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി കൈ നീട്ടിയതും പഞ്ചമി കുഞ്ഞിനെ എടുത്തു. മോളെ റെഡിയാക്കണ്ടേ അച്ചുവേട്ടാ? അവൾ ചോദിച്ചു. മോളുടെ എല്ലാ സാധനങ്ങളും ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവര് റെഡിയാക്കിക്കൊള്ളും. അപ്പോ അച്ചുവേട്ടന് റെഡിയാവണ്ടേ? ഞാൻ റെഡിയാവാൻ പോവുകയാണ്. പക്ഷെ എനിക്ക് നിന്നെ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. എന്തൊരു ഭംഗിയാണെന്നോ നിന്നെ കാണാൻ. ആര്യൻ അവളുടെ അടുത്ത് ചെന്ന് അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. ഞാനും പോയി വേഗം റെഡിയായിട്ട് വരാം, അപ്പോഴേക്കും മോളെ അവർ റെഡിയാക്കും, ആര്യൻ പറഞ്ഞു. അവൻ റൂമിൽ നിന്നും പോകാൻ വേണ്ടി തിരിഞ്ഞു. പിന്നെ എന്തോ ഓർത്തതുപോലെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. നല്ല ഭംഗിയുണ്ട്, ശരിക്കും ശരിക്കും സൂപ്പർ, അവൻ പറഞ്ഞു. അപ്പോഴാണ് മോള് അവനെ നോക്കുന്നത് കാണുന്നത്. കുഞ്ഞിനും തരാലോ എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ കവിളിലും അവൻ ചുംബിച്ചു. പിന്നെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും പുറത്തേക്കിറങ്ങിയ സ്റ്റാഫുകൾ എല്ലാം അകത്തേക്ക് വന്നു. അതില് ഒരാള് കുഞ്ഞിനെ റെഡിയാക്കാൻ തുടങ്ങി. മറ്റൊരാൾ അവളെ നോക്കിയിട്ട് ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. പഞ്ചമി മോളെ നോക്കുന്നുണ്ട്. പുഞ്ചിരിയോടെ തന്നെ അനുസരണയോടെ ഇരുന്ന് കൊടുക്കുന്നത് കണ്ടപ്പോ എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നി. മേഡം ഒരുങ്ങി നിൽക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുഞ്ഞ് കുറുമ്പ് കാണിക്കാതെ അടങ്ങിയിരിക്കുന്നത്, അതിലൊരാൾ പറഞ്ഞു. അല്പസമയത്തിന് ശേഷം മോളെയും റെഡിയാക്കി. മോളെ കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി അവൾക്ക്. സുന്ദരിയായിട്ടുണ്ട് അമ്മയുടെ മോള് എന്ന് പറഞ്ഞ് പഞ്ചമി കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിന്റെ കവിളിൽ ചുംബിച്ചു. അപ്പോഴേക്കും വീണ്ടും ആര്യൻ റൂമിന്റെ ഡോറിൽ വന്ന് മുട്ടി. കഴിഞ്ഞില്ലേ? അവൻ ചോദിച്ചു. ഞങ്ങൾ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങി. അവർ പറഞ്ഞതും എല്ലാവരെയും ഫംഗ്ഷന് പഞ്ചമി പ്രത്യേകം ക്ഷണിച്ചു. അവർ റൂം തുറന്ന് പുറത്തേക്ക് പോയതും ആര്യൻ അകത്തേക്ക് കയറി വന്നു. ആര്യനെ കണ്ടതും അവൾ അവനെ തന്നെ നോക്കി നിന്നു. എങ്ങനെയുണ്ട്? ആര്യൻ ചോദിച്ചു. പുലിക്കാട്ടിൽ ആര്യവീർ എന്നാണ് മോശമായിരിക്കുന്നത്? അവൾ ചോദിച്ചതും പുലിക്കാട്ടിൽ ആര്യവീർ മാത്രമല്ല, ആര്യവീറിന്റെ ഭാര്യയും കുഞ്ഞും ഒട്ടും മോശമല്ല എന്ന് പറഞ്ഞ് അവൻ അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. പോയാലോ? അവൻ ചോദിച്ചു. അതിന് അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയനക്കി. അവൻ അവരെ രണ്ടുപേരെയും കൊണ്ട് പുറത്തേക്ക് വന്നു. അവിടെ ആര്യന്റെ ലക്ഷറി കാറ് കിടക്കുന്നുണ്ടായിരുന്നു. ആര്യൻ തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയത്. പഞ്ചമിയും മോളും കോ ഡ്രൈവിംഗ് സീറ്റിലും കയറി. ആര്യന്റെ ആ ലക്ഷറി കാറ് ഫംഗ്ഷൻ നടക്കുന്നിടത്ത് വന്നു നിന്നു. ആര്യന്റെ കാറിന്റെ പുറകെ തന്നെ അവന്റെ ഗാർഡ്സിന്റെ കാറും വന്നു നിന്നു. അവർ വന്ന് ഡ്രൈവിംഗ് സീറ്റ് തുറന്നു കൊടുത്തതും ആര്യൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ആര്യനെ കണ്ട എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും ആര്യൻ അവിടെ നിന്നും വന്ന് കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്നു. അവൻ അവന്റെ വലത് കൈ നീട്ടിയതും അതിൽ പിടിച്ചുകൊണ്ട് പഞ്ചമി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. കാറിൽ നിന്നും ഇറങ്ങിയ പഞ്ചമിയെയും കുഞ്ഞിനെയും കണ്ട് പുലിക്കാട്ടിൽ വീട്ടിലുള്ളവർ അടക്കം ആ ഫംഗ്ഷന് എത്തിയ എല്ലാവരുടെയും കണ്ണുകൾ അടക്കം അവരിലായിരുന്നു. അതിൽ ബ്രഹ്മദത്തനും അരുന്ധതിയും ശ്രാവണും ശ്രേയയും അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ദൃശ്യം 2026 ദേവപഞ്ചമിയുടെ സീനുകളെല്ലാം കൂട്ടിവെച്ചിട്ടുള്ള വീഡിയോ ഉണ്ടാകുകയെ ഒന്ന് കയറി നോക്കൂ.
നിങ്ങൾ മനസ്സിൽ കണ്ടതുപോലെ തന്നെയാണോ എന്ന് ഒന്ന് നോക്കിയിട്ട് പറയണേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.